സ്വാമിയെ ശരണമയ്യപ്പ. ഞാൻ ഭരതൻ സ്വാമി, കൊട്ടിയൂർ. സ്വാമി എന്ന പേര് വന്നത് സന്യാസം സ്വീകരിച്ചത് കൊണ്ടല്ല, വർഷങ്ങളായിട്ടുള്ള ശബരിമല യാത്രയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. 5ാം ക്ലാസ് മുതൽ ശബരിമല യാത്ര തുടങ്ങിയതാണ്. 2-3 വർഷം മുടങ്ങിയിട്ടുണ്ട്. പിന്നീട് 1999 മുതൽ എൻ്റെ ശബരിമല യാത്ര പദയാത്രയായിട്ടായിരുന്നു. ഇപ്പോൾ 22 വർഷമായി പദയാത്ര തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കൊറോണ വരേക്ക് മുടങ്ങിയിട്ടില്ല. ഒരു വർഷം മൂകാംബികയിൽ നിന്നും യാത്ര പോകുവാൻ സാധിച്ചു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമായി കരുതുന്നു. ഗുരുകാരണവന്മാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും കൊട്ടിയൂർ പെരുമാളിൻ്റെയും അയ്യപ്പസ്വാമിയുടെയും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമസ്ത ദേവതകളുടെയും അനുഗ്രഹം എൻ്റെ ഈ യാത്രയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് യാത്രയിലുള്ള ആ സമയങ്ങളിൽ പല പ്രാവശ്യമായിട്ട് അനുഭവിച്ച് തന്നെ അറിയുവാൻ സാധിച്ചതാണ്. ഇത്രയും വിശദീകരിച്ചത് എന്തിനാണ് എന്ന് പറയട്ടെ. എൻ്റെ അടുത്ത യാത്ര അയോധ്യയിൽ നിന്നും ശബരിമലയ്ക്ക് നടന്നു പോകുവാനാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടായത് 1922 ഒരു രഥയാത്രയോട് അനുബന്ധിച്ച്, രാമരാജ്യ രഥയാത്രയോടനുബന്ധിച്ച് അയോധ്യയിൽ എത്തുവാനുള്ള ഭാഗ്യമുണ്ടായി. അത് ഭാരതം ഒട്ടാകെയും നേപ്പാളും അവിടെ നിന്നും ജമ്മുവിൽ വൈഷ്ണവദേവി ക്ഷേത്രത്തിലും പോകുവാൻ സാധിച്ചു. ആ യാത്ര അവസാനിച്ചത് അയോധ്യയിലാണ്. അവിടുന്ന് ആണ് എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്. ഭഗവാനെ, ഇനി എപ്പോഴെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകുവാൻ സാധിക്കണേ എന്ന്. ആ യാത്രയ്ക്കുള്ള സമയമായി. ഈ 30-ാം തീയതി ട്രെയിനിന് അയോധ്യയിലെത്തി അവിടെ നിന്നും കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, വേറെ 3 സ്വാമിമാരുണ്ട്. അതിൽ 2 പേര്, ഞങ്ങൾ 3 പേരാണ് നടക്കുന്നത്. ഒരു സ്വാമി ബൈക്കിൽ ഞങ്ങളുടെ ബാഗുകൾ, ഭക്ഷണം വയ്ക്കുവാനുള്ള പാത്രങ്ങൾ എന്നിവ കൊണ്ട് പോകുവാൻ വേണ്ടിയിട്ടാണ്. കൂട്ടത്തിൽ വരുന്നത് ഒന്ന് പ്രകാശൻ സ്വാമി നെടുമ്പയിലാണ്. അദ്ദേഹം നെടുമ്പയിൽ ഹോട്ടൽ നടത്തുകയാണ്. ആ സ്വാമിയുടെ 18ാമത് പാദയാത്രയാണ് ഇത്. പിന്നെ മഹേഷ് സ്വാമി കണ്ണവം, അദ്ദേഹവും പ്രകാശ സ്വാമിയും ഒക്കെ ഒരുമിച്ച് പദയാത്ര പോകാറുള്ളതാണ്. പിന്നെ ജിതേഷ് സ്വാമിയാണ് ഒന്ന്. അദ്ദേഹമാണ് ബൈക്ക് കൊണ്ട് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നത്. ഈ യാത്രയെക്കുറിച്ചുള്ള യാത്രാ വിവരണങ്ങളെല്ലാം തന്നെ, ഞങ്ങൾ പോകുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ച് അതെല്ലാം അറിയാവുന്ന രീതിയിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടുന്നതാണ്. എല്ലാവരും അത് കാണുക. ഭരതൻ സ്വാമി കൊട്ടിയൂർ എന്നതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. എല്ലാവരും ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സ്വാമി ശരണം.